ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യ വീട്ടിലേക്ക് വന്നിട്ടും സൂര്യയെ കാണാൻ പോലും കൂട്ടാക്കാതെ അമ്മയും ഭാര്യയും മുറിക്കകത്ത് അടയിരിക്കുവാണ്. ഈ സമയത്ത് പൊന്നുകുട്ടി വന്നു. നമ്മുടെ അച്ചച്ചനെ കണ്ടു, സ്നേഹം പ്രകടിപ്പിച്ചു. അച്ചച്ചൻ ഇനി ഒന്നും വരില്ല, അച്ചച്ചൻ പെട്ടെന്ന് എഴുന്നേറ്റ് വരൂ എന്നൊക്കെ പറഞ്ഞ് പൊന്നുകുട്ടി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ സ്നേഹം കണ്ട് മനസ്സ് നിറഞ്ഞ അച്ഛൻ അവിടെ കിടക്കുക. ഈ സമയത്ത് ഭാര്യയുടെയും അമ്മയുടെയും കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോഴാണെന്നുണ്ടെങ്കിലോ അവർ വരാൻ കൂട്ടാക്കാതെ എന്ത് ചെയ്യും അച്ഛാന്ന് ജാനകി. അപ്പം അമ്മയും അതുപോലെ മുത്തശ്ശിയും അച്ഛനെ വന്ന് കാണും ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമോ നമ്മുടെ അഭി. അപ്പം ഞാനുണ്ടാക്കിയ വീട്ടിൽ കിടന്ന് മരിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹം അത് മനസ്സിൽ വന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം അച്ഛൻ ഇങ്ങനെ മകനോട് പറയുക കേട്ടോ. അപ്പോൾ ജാനകി നേരെ ഇങ്ങ് വരുവാണ്. അപ്പോഴേക്കും ജാനകിയുടെ അടുത്തേക്ക് അപർണ ഒന്ന് നിന്നേ എന്നും പറഞ്ഞങ്ങ് വന്നു കേട്ടോ. അച്ഛന് കുറഞ്ഞത് 3 മാസമെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ഇളയ മകൻ പറയുന്നത് കേട്ടായിരുന്നു. മൂത്ത മകൻ അച്ഛനെയും പൊക്കിയെടുത്ത് ആംബുലൻസിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് ജാനകിയോട് ചോദിക്കുക. ജാനകി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപർണയിൽ ഷോ കാണിച്ചതാ. ഹോസ്പിറ്റലുമായി എനിക്കും ചില കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസ്ചാർജ് ചെയ്ത വിവരമൊക്കെ ഞാൻ അപ്പം തന്നെ അറിഞ്ഞുവെന്നും അപർണ ജാനകിയോട് പറയാം. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ട് പോകാൻ പറഞ്ഞു എന്നുള്ള മറുപടിയും അപർണയുടെ അടുത്ത് വേണ്ട എന്നും പറഞ്ഞു വലിയ ഡയലോഗ്. ജാനകി ഇതൊക്കെ കേൾക്കുമല്ലേ. 3 മാസം കൂടി കഴിച്ചു കൂട്ടാൻ കഴിഞ്ഞാൽ വീൽ ചെയറിലെങ്കിലും ഇരിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന കാര്യവും പറയുക ഈ അപർണ. കൊണ്ടുപോകരുത് എന്ന് ഡോക്ടർ മാറി മാറി താക്കീത് ചെയ്തിട്ടും നിന്റെ അഭിയേട്ടൻ സ്വന്തം റിസ്കിൽ എഴുതി കൊടുത്തിട്ടല്ലേ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുക. ഇതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് ആർക്കാ അറിയാത്തതെന്ന് ചോദിച്ചു വലിയ ഡയലോഗ് ഇറക്കുമ്പം തീർന്നോന്ന് ചോദിച്ചു ജാനകി. ഇതങ്ങനെ തീരുന്ന വിഷയമല്ലല്ലോ. അമ്മ തിരിഞ്ഞു നോക്കിയില്ല, അജയ് തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറയാമെങ്കിലും അച്ഛൻ്റെ ചികിത്സ മുടക്കി വീട്ടിൽ കൊണ്ടുവന്ന് തള്ളാനേ അഭിരാമിന് ആരാ അധികാരം കൊടുത്തതെന്നൊക്കെ ജാനകിയോട് ചോദിക്കുമ്പോൾ പുര കത്തുമ്പോൾ വാഴ വെട്ടുമെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് നീ ഇപ്പം ചെയ്യുന്നത്. അത് ചെയ്യാൻ മാത്രമേ നിനക്ക് കഴിയത്തുള്ളൂ. അതറിയാവോ എന്ന് ചോദിച്ചു ജാനകി ഇവളോട്. ഞങ്ങൾ അച്ഛനെ കൊണ്ടുവന്നതിൽ നിനക്കെന്താ ഉത്കണ്ഠ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ നീ അത് തുറന്നു പറയണം. നീയും ഇവിടുത്തെ മരുമകൾ തന്നെയല്ലേ. അപ്പം പിന്നെ അത് പറയാതിരുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു. അതുകൊണ്ടല്ലേ ഇവിടെ ആർക്കും ചോദിക്കാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടും ഞാൻ കയറി ചോദിക്കുന്നതെന്ന് അപർണ പറയുമ്പോൾ എങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം. അച്ഛനെ നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. പിന്നീട് അച്ഛൻ്റെ ഉത്തരവാദിത്വങ്ങൾ മുഴുവനും നീ ഏറ്റെടുക്കണം. എന്താ പറ്റുമെന്ന് ചോദിച്ചു. ഞാനോ? നീയും നിന്റെ ഭർത്താവും ഏറ്റെടുക്കണം എന്ന്. ഇത്രയും ദിവസങ്ങൾ രാപകൽ വ്യത്യാസമില്ലാതെ ഞങ്ങൾ അച്ഛനെ പരിചരിച്ചു നിന്നതല്ലേ. പിന്നെ ഇനി അച്ഛൻ്റെ കാര്യങ്ങളിൽ ഉത്കണ്ഠയുള്ളവർ അതങ്ങ് നോക്കട്ടെ എന്ന് ജാനകി പറഞ്ഞു. അപ്പോൾ ഇവളിങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. അച്ഛനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതാണെന്നും ചോദ്യങ്ങളുമായി ആൾക്കാർ വരുമെന്നും ഞങ്ങൾക്ക് നല്ല ഒന്നാന്തരമായിട്ട് അറിയാമായിരുന്നു. അച്ഛൻ്റെ കാര്യത്തിൽ ഉത്കണ്ഠയുള്ള മക്കളോ മരുമക്കളോ ഭാര്യയോ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏറ്റെടുക്കട്ടെ എന്ന് ഞങ്ങളും അങ്ങ് തീരുമാനിക്കുകയായിരുന്നെന്നും ആ ഒരു അവസരമാണ് നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതെന്നും ജാനകി അപർണയോട് പറയാം. പിന്നെ അവൾ വാ പൂട്ടി നിൽക്കുക കേട്ടോ. നിനക്ക് ലജ്ജ ഉണ്ടോടി ഞങ്ങളെ ചോദ്യം ചെയ്യാനെന്ന് ജാനകി ഇവളോട് ചോദിച്ചേ. അമ്മയെ ചൂട് പിടിപ്പിച്ച ഹോസ്പിറ്റലിൽ ഒരു തവണ എത്തി നോക്കിയിട്ട് അച്ഛൻ്റെ മരണം കാത്തിരുന്നവളല്ലേടി നീയെന്ന് ജാനകി അപർണയോട് ചോദിക്കുക. ഞങ്ങൾ കൂടെയുള്ളവരെ സ്നേഹിക്കുന്നതേ പണവും നേട്ടവും ഒന്നും മോഹിച്ചിട്ടല്ല. അങ്ങനെ മോഹിച്ചെങ്കിലേ ഞങ്ങളിപ്പം മൂന്നാറിൽ ജീവിച്ചേനെന്നും ജാനകി ഇവളോട് പറയാം. മനുഷ്യത്വം എന്ന് പറയുന്നത് കുലമഹിമ കൊണ്ടൊന്നും കിട്ടുന്നതല്ല. അതുണ്ടാകുന്നത് എന്നെ പോലെയുള്ള അനാഥ ജന്മങ്ങളിലാണെന്നും റോഡിൽ ഒരാൾ ചോര ഒലിപ്പിച്ചു കിടക്കുന്നത് കണ്ടാലും നിന്നെ പോലെയുള്ളവർ മുഖം തിരിച്ചു പോകും. ഞങ്ങളെപ്പോലെയുള്ളവരെ ഓടി അടുത്ത് ചെല്ലുമെന്ന കാര്യവും ജാനകി ഇവളോട് പറയുക. ഹോസ്പിറ്റലിൽ കിടന്ന് മടുത്തിട്ടൊന്നുമല്ല ഞങ്ങൾ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ഡിസ്ചാർജ് ചെയ്തെങ്കിലെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല എന്ന് അച്ഛൻ വാശി പിടിച്ചത് കൊണ്ട് മാത്രമാണെന്നും ജാനകി ഇവളോട് പറഞ്ഞു കൊടുക്കുക അങ്ങോട്ട്. ഹോസ്പിറ്റലിൽ കണക്ഷനുള്ള നീ എന്താ അതുമാത്രം അറിയാതെ പോയതെന്നും അപർണയോട് ചോദിച്ചു ജാനകി. ഈ വിവരം അറിയാത്ത വേറെ ആരും ഇല്ലല്ലോ, നീ മാത്രം അറിഞ്ഞില്ലേ? ഒരു രാത്രി കണ്ണിമ ചിമ്മാതെ ഐസുവിൻ്റെ മുന്നിൽ കാത്തിരിക്കാൻ നിന്നെ കൊണ്ട് കഴിയോടിയെന്ന് ചോദിച്ചു. ഇവളങ്ങ് കിടന്ന് പതറാൻ തുടങ്ങി. ഒന്നും പറയാൻ പറ്റാതെ മരണത്തിൻ്റെ മുന്നിൽ ഐസുവിൻ്റെ മുന്നിൽ നീ ഒന്ന് കയറിയിരുന്നെങ്കിൽ നിന്റെ അഹങ്കാരത്തിൻ്റെ പകുതിയെങ്കിലും അലിഞ്ഞു പോയേനേന്ന് പറഞ്ഞു. അപ്പം എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് അപർണ. പിന്നെ എന്തിനാ അച്ഛൻ്റെ കാര്യത്തിൽ നിനക്ക് ഇത്രയും ആദിയൊക്കെ ഉണ്ടാകുന്നത്? അതിൻ്റെ ആവശ്യം എന്താണെന്ന് ജാനകി ഇവളോട് തിരിച്ചു ചോദിച്ചു. ജീവിക്കുന്നത് മറ്റുള്ളവരുടെ സ്വസ്ഥത തല്ലിക്കെടുത്താനാണെന്ന് വിശ്വസിക്കുന്ന നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്നും ജാനകി ഇവളോട് പറയാം. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയാ നിനക്ക് ഞങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തണം, അതല്ലേ നിന്റെ മനസ്സിൽ?
അതുകൊണ്ടേ കൂടുതലൊന്നും നീ പറയാൻ നിൽക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി അവിടെ നിന്ന് പോയി. നാണം കേട്ട് വെളറി വെളുത്തിവൾ അവിടെ അങ്ങനെ നിൽക്കുവാണ്. ഇതേ സമയം പിന്നെ നമ്മുടെ വേലക്കാരി ചേച്ചി മഞ്ജു ചേച്ചി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വന്നു. വന്ന് അപർണയെ പരിചയപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. പിന്നെ പരിചയപ്പെട്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. മഞ്ജുവിനോട് ഇഷ്ടക്കേടും എല്ലാം കാണിച്ചോ? അയ്യോ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. അഭിസാറിനെയും ജാനകിയെയും പറ്റി പറയാൻ ഇനി ഒന്നുമില്ല എന്ന് മഞ്ജു അന്നേരം ജാനകിയോട് പറയാം. അപർണ പറയുന്നതനുസരിച്ച് കൂടെ നിന്നാൽ എത്ര കാലം വേണമെങ്കിലും എന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെന്നും മഞ്ജു ജാനകിയോട് പറയാം. അല്ലെങ്കിൽ പറഞ്ഞുവിടുമെന്നാ ഭീഷണി എന്നൊക്കെ മഞ്ജു പറയുമ്പോൾ എന്നെ മഞ്ജുവിന് പരിചയമുണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ, അപ്പം ഞാനത് പറയുമോ എന്ന് ചോദിച്ചു കേട്ടോ. എല്ലാം കേട്ട് തലയാട്ടി നിൽക്കുക ചെയ്തതെന്ന് പറഞ്ഞു. ഒരാളെ വീട്ടുപണിക്ക് നോക്കുന്ന കാര്യം അമല് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞപ്പോൾ മഞ്ജുവിനാ എനിക്ക് ആദ്യം ഓർമ്മ വന്നതെന്ന് ജാനകി ഇങ്ങനെ പറയൂ കേട്ടോ. നീ ഏതെങ്കിലും വീട്ടിൽ നിൽക്കുകയാണോ എന്ന് സംശയിച്ചാണ് ഞാൻ വിളിച്ചത്. ഭാഗ്യത്തിന് നീ ഒരിടത്തും പണിക്കിട്ട് കയറിയതുമില്ല എന്ന് ജാനകി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ജാനകിക്കും അഭിസാറിനും വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായതെന്നും എന്തൊരു അഹങ്കാരവും അപർണയ്ക്കെന്ന് മഞ്ജു ചോദിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ പ്രശ്നങ്ങളിലൂടെയാണ് മഞ്ജു ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനിടയിലേക്ക് അപർണയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടി ഇവിടേക്ക് വന്നാൽ ഞങ്ങളുടെ കാര്യം കൂടുതൽ ബുദ്ധിമുട്ടിലാകും. ഞാൻ പറയുന്നതിൽ നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഭക്ഷണത്തിൽ പോലും വിശ്വാസമില്ലാത്ത കുറേ അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യവും ജാനകി ഇങ്ങനെ മഞ്ജുവിനോട് പറയുന്നു. അപർണയ്ക്ക് അനിഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ മഞ്ജു കൈകാര്യം ചെയ്ത് നിന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞു. അപ്പം ശരിയെന്നും പറഞ്ഞു. ദേ ഇനിയൊരു അനിയത്തി കൂടിയുണ്ട്, നിരഞ്ജന. അവൾ നല്ല പെണ്ണാണെന്നും പിന്നെ ഇപ്പം അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നും നമ്മുടെ ജാനകി പറഞ്ഞു കേട്ടോ. മോൾക്ക് ഞാൻ കാപ്പി കൊടുത്തു, പിന്നെ സൂര്യസാറിനുള്ള കഞ്ഞിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും ജാനകി വിളിച്ചു പറഞ്ഞ ഉടനെ ഞാൻ ആദ്യം ചെയ്തത് അതാണെന്നും ഞാൻ കഞ്ഞി എടുക്കാമെന്നും പറഞ്ഞു. മഞ്ജു കഞ്ഞിയൊക്കെ റെഡിയാക്കി നമ്മുടെ ജാനകിയുടെ കയ്യിൽ കൊടുത്തു വിടുക. എന്തായാലും ജാനകിയുടെ കൂട്ടുകാരിയാണ് വന്നിരിക്കുന്നതെന്ന് അപർണ പിശാചിന് അറിയില്ല. അപർണയ്ക്ക് വമ്പൻ വെല്ലുവിളിയായിട്ട് തന്നെയാണ് നമ്മുടെ വേലക്കാരി ചേച്ചി വന്നിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൂര്യ കേട്ടോ. സൂര്യ ഇങ്ങനെ കട്ടിലിൽ കിടക്കുമ്പോൾ അതേ വന്നിരിക്കുന്ന ഭാര്യ ഭർത്താവിനെ കാണാനായിട്ട് വന്നിങ്ങനെ അകന്നു മാറി ഏതോ ഒരു അന്യ വ്യക്തിയെ കാണുന്നത് പോലെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ നോക്കി നിൽക്കുന്ന ഭാര്യയെ നമ്മുടെ സൂര്യയും നോക്കുന്നു. ആ സമയം പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ജാനകിയെയും നമ്മുടെ പൊന്നുകുട്ടിയാണ്. അപ്പോൾ പൊന്നുകുട്ടിയോട് അച്ചാച്ചൻ്റെ അടുത്ത് മോള് പോയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അച്ചാച്ചനെ കാണാൻ അച്ചമ്മ വന്നു എന്ന കാര്യം പൊന്നുകുട്ടി പറയാം. ആണോ? അച്ചാച്ചൻ പൊന്നുവിനോടെ പിന്നെ വരാൻ പറഞ്ഞെന്നും പറഞ്ഞ പൊന്നുകുട്ടി. അപ്പം നീ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചു അമ്മ. അച്ചാച്ചനും അച്ചമ്മയും എന്തോ സംസാരിക്കുകയാണെന്നും പൊന്നുകുട്ടി ജാനകിയോട് പറയും കേട്ടോ. അത് കേട്ടപ്പോൾ ജാനകിക്ക് സമാധാനമായി. ദൈവമേ അങ്ങനെയെങ്കിലും ഒരു മനസ്സ് അവർക്ക് തോന്നിയല്ലോ എന്ന്. അപ്പോൾ നിനക്കെന്താ ഒരു ഇഷ്ടക്കേട് എന്ന് സൂര്യ ഈ പുള്ളിക്കാരിയോട് ചോദിക്കുക. അപ്പം ഞാനെന്തെന്ന് നിങ്ങളോട് ഇഷ്ടക്കേട് കാണിക്കണം എന്ന് പ്രഭാവതി. ഞാനല്ലേ ഇപ്പം ഇവിടെ ഒരു അധികപ്പറ്റായി പോയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏത് നിമിഷവും എന്നെ ഇവിടെ നിന്ന് നാട്ടി ഇറക്കാം എന്ന് പറയുമ്പം ആരാണ് അത് ചെയ്യാൻ തയ്യാറാകുന്നതെന്ന് കൂടി നീ ഒന്ന് പറയണം. ഇപ്പോഴും നിന്റെ പെരുമാറ്റം സ്വത്ത് മനസ്സിൽ വെച്ചിട്ടാണെന്ന കാര്യം സൂര്യ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. നമ്മൾ തമ്മിലുള്ള ബന്ധം പണത്തിൻ്റേത് മാത്രമാണോ പ്രഭേ എന്നും അദ്ദേഹം ഈ പുള്ളിക്കാരിയോട് ചോദിക്കുക കേട്ടോ. ഒരു വിൽപത്രം എഴുതേണ്ടി വരുന്ന ഒരാൾ അയാളുടെ സ്വത്തുവകകൾ മക്കൾക്കല്ലേ വീതം വെച്ച് കൊടുക്കുകയുള്ളൂ എന്ന കാര്യം സൂര്യ ഇങ്ങനെ പ്രഭാവതിയോട് ചോദിക്കുക. അപ്പോഴത്തേക്കും മുത്തച്ഛി പറന്നു വന്നു. കതകിൻ്റെ ചോട്ടിൽ ഇവർ പറയുന്നത് ഒളിച്ചു നിന്ന് കേൾക്കുക. ചെവി വട്ടം പിടിച്ച മുത്തച്ഛൻ നിൽക്കുന്നത്. അബിക്ക് ഞാൻ ഈ വീട് എഴുതി വെച്ചത് എന്നും ഈ കുടുംബം ഇങ്ങനെ തന്നെ നിലനിന്ന് പോകാനാണെന്നുള്ള കാര്യം സൂര്യ പറഞ്ഞു. ആർക്കും ഇവിടെ വരാം, പിന്നെ അബിക്കോ ജാനകിക്കോ ഈ വീട് ഞങ്ങളുടേതാണെന്ന ഒരു ഭാവം പോലും ഉണ്ടാകില്ലെന്നുള്ള കാര്യവും അതെനിക്ക് അറിയാവുന്ന കാര്യവും സൂര്യ ഇങ്ങനെ പ്രഭാവതിയോട് പറയുന്നു. ഈ പുള്ളിക്കാരി ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. എന്നിട്ട് ഇങ്ങനെ ചെവി വട്ടം പിടിക്കുക കേട്ടോ മുത്തശ്ശി. നീ ഒരു തവണ എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നതും എൻ്റെ സുഖവിവരം അന്വേഷിക്കാനായിരുന്നില്ല എന്ന്, സ്വത്ത് എത്രയും പെട്ടെന്ന് അത് ഷെയർ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിട്ടായിരുന്നില്ലേ എന്നുള്ള കാര്യമൊക്കെ മകൻ ചോദിക്കുന്നതെല്ലാം കേട്ട് അമ്മ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതിന് മുന്നേ തന്നെ വിൽപത്രം എഴുതി വെച്ച കാര്യം എനിക്കറിയില്ലായിരുന്നു എന്ന കാര്യം ഈ പുള്ളിക്കാരി പറയാം. ഞാനൊരു ഭാര്യയാണെന്നുള്ള കാര്യം പോട്ടെ, നിങ്ങളുടെ 3 മക്കളുടെ അമ്മയാണെന്നുള്ള പരിഗണന പോലും വിൽപത്രം എഴുതുമ്പോൾ നിങ്ങൾ എനിക്ക് തന്നില്ലെന്ന കാര്യവും പ്രഭാവതി അന്നേരം സൂര്യയോട് പറയുന്നു. തള്ളയതൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുക. നിങ്ങളുടെ കാലശേഷം ഈ വീട്ടിൽ എനിക്കുള്ള വില എന്താണ് എന്ന് പ്രഭാവതി ചോദിച്ചു. അബിക്കും ജാനകിക്കും ഞാനിനി ആരാ എന്നൊക്കെ ചോദിക്കുക. സൂര്യ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇപ്പം എല്ലാവർക്കും അറിയാം അഭി എൻ്റെ മകനല്ല എന്നുള്ളത്. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പം സത്യം അതല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ആളുകൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന കാര്യവും പ്രഭാവതി സൂര്യയോട് പറയണം. അതുകൊണ്ട് എൻ്റെ ചോദ്യത്തിന് നിങ്ങളും മറുപടി പറഞ്ഞേ തീരൂ എന്ന്
പ്രഭാവതി സൂര്യയോട് പറയുന്നു. വാർദ്ധക്യത്തിൽ ഞാൻ എൻ്റെ വയറ്റിൽ പിറന്ന മക്കളുടെ കൂടെയാണോ ജീവിക്കേണ്ടത്, അതോ വളർത്തുമകൻ്റെ കൂടെയാണോ ജീവിക്കേണ്ടതെന്ന കാര്യവും പ്രഭാവതി ചോദിക്കുക. ഇനി അതുമല്ല, നിങ്ങളുടെ കാലശേഷം ഞാൻ ഈ വീട് വിട്ട് വല്ല വൃദ്ധസദനത്തിലും പോയി കിടക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ, ദൈവനീതിക്ക് നിരക്കുന്നതേ ഞാൻ ചെയ്തിട്ടുള്ളെന്നും എൻ്റെ കാലശേഷം നിന്റെ പേരിൽ ഈ വീട്ടിൽ എഴുതി വെക്കാത്തതിൻ്റെ ചൊരുക്കാണ് നീ കാണിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പ്രഭേ എന്നും സൂര്യ ഈ തളച്ചയോട് പറഞ്ഞു. നീ നിന്റെ സ്വാർത്ഥത മാത്രമേ നോക്കുന്നുള്ളൂ. ഞാൻ ശ്രമിക്കുന്നതേ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാനുണ്ടാക്കിയ എൻ്റെ കുടുംബം എന്നും നിലനിന്ന് കാണാനാണെന്ന കാര്യവും സൂര്യ ഈ പുള്ളിക്കാരിയോട് പറയുക കേട്ടോ. നിനക്ക് പകൽ പോലെ വ്യക്തമായി അറിയാം അഭിയോ ജാനകിയോ നിന്നെ തള്ളിക്കളയില്ല എന്നുള്ളത്. ഹോ എന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി നേരെ നിൽക്കുക. നീ പ്രസവിച്ച മക്കളത് ചെയ്താലും അവരതൊരിക്കലും ചെയ്യില്ല എന്നും തറപ്പിച്ച് അദ്ദേഹം പറയുന്നു. ജാനകിയെ പറ്റിയും അതുപോലെ അഭിയെ പറ്റിയുമുള്ള ആ രഹസ്യം സൂര്യ ഈ തള്ളച്ചോട് വെളിപ്പെടുത്തുക. ചുമ്മാ പറയുന്നതാ, എങ്കിൽ പോലും പറയാതിരിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറയണു. ദേ എനിക്ക് പറയാനുള്ളത് നിന്നോടാണെന്നും പറഞ്ഞു അദ്ദേഹം ഗർഭപാത്രത്തിൻ്റെ കണക്ക് ഒരു സ്ത്രീ എന്നു പറയാൻ തുടങ്ങിയോ അന്നു മുതൽ അവളൊരു അമ്മയാണെന്ന് പറയാൻ ഒരിക്കലും ആവില്ല എന്ന കാര്യവും പ്രഭാവതിയോട് വിളിച്ചു പറയുവാണ് സൂര്യ. ഇതൊക്കെ കേട്ട് തള്ള ആസ്വദിച്ച് നിൽക്കുക കേട്ടോ. ഇങ്ങനെ ഒരു സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടക്കാൻ കഴിഞ്ഞതുകൊണ്ട് നീ അടക്കം എല്ലാവരെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും എൻ്റെ മരണം വരെ നീയും നീ ജന്മം കൊടുത്ത മക്കളും നിശബ്ദമായി ആഘോഷിച്ചില്ലേ എന്ന കാര്യമൊക്കെ ചോദിക്കുക. വിശ്വനാഥനും അവൻ്റെ മകളും അതിനുള്ള ഒത്താശകളും ചെയ്തു തന്നില്ലേ എന്നും ചോദിച്ചുകൊണ്ട് എല്ലാം ചോദിക്കുക. ദേ ഇപ്പം ഞാൻ എല്ലാം തിരിച്ചറിയുന്നുണ്ട്, അതിനനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്നും കാത്തിരിക്കുന്നവരെ നിരാശപ്പെടുത്താതെ ഇനിയുള്ളത് എൻ്റെ മരണമാണെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുക കേട്ടോ. എൻ്റെ അമ്മ പോലും അതിന് കാത്തിരിക്കുമ്പോൾ ഞാൻ പിന്നെ എന്തിനതിന് വേണ്ടെന്ന് വെക്കണം, ഈ ജീവിതം ജീവിക്കാൻ എനിക്ക് അർഹതയില്ല എന്നും സൂര്യ പറയും. ആ തള്ളച്ചി ഇതൊക്കെ കേട്ടോ അന്തം മുട്ടിങ്ങനെ നിൽക്കുക. പ്രഭാവതിക്ക് ഇതൊക്കെ കേട്ടപ്പോഴും ദേഷ്യം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാവരെയും പരിപാലിക്കണം, സംരക്ഷിക്കണം, സ്നേഹിക്കണം. അത് അവൻ്റെ മാത്രം കടമയാണെന്നും അതിലൊരു വീഴ്ച വന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ മോശക്കാരനായി അവനില്ലാത്ത കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവില്ല. അവൻ ആരുടെയും സ്നേഹത്തിനു വേണ്ടി വാതിൽപ്പടിയിൽ ചെന്ന് കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. കാരണം അവൻ അത് അർഹിക്കുന്നില്ലെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ സൂര്യ ഇങ്ങനെ പ്രഭാവതി എന്ന് പറഞ്ഞ പൂതനോട് പറയുക. അപ്പോഴും ആ പുള്ളിക്കാരി മുഖമൊക്കെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ പിടിച്ച് പല്ല കിർണി പിടിച്ച് ആ സൂര്യയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. സൂര്യയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം സൂര്യ പറയുന്നുമുണ്ട്. എന്നാലും ദേ ജീവിതത്തിൽ താലി കെട്ടിയവൻ്റെ റോള് മക്കളുണ്ടാകുന്നതോടുകൂടി കഴിഞ്ഞെന്നും പിന്നെ മക്കൾക്ക് വേണ്ടിയുള്ള ഓട്ടമായിരിക്കും അമ്മയുടേതെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ സങ്കടത്തോടെ പറയുക. എനിക്കിത് രണ്ടും ഉണ്ടായില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ പറയുക. അപ്പോൾ ഭാര്യയുടെ സ്നേഹമില്ല, മക്കളുടെ സ്നേഹവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഭർത്താവ് ഒരു തെറ്റ് ചെയ്തു പോയാൽ നല്ലൊരു ഭാര്യ മറ്റുള്ളവരുടെ മുന്നിലേക്ക് അയാളെ വിചാരണയ്ക്ക് എറിഞ്ഞു കൊടുക്കില്ലെന്ന കാര്യവും തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരാണ് ഉള്ളതെന്നുള്ള കാര്യം ഒക്കെ സൂര്യ ചോദിക്കുന്നുണ്ട്. അവൾ അയാളെ ചേർത്ത് നിർത്തി തഴുകി തിരുത്തുകയാണ് വേണ്ടതെന്നും പറഞ്ഞു. നിനക്കതിനൊന്നും കഴിഞ്ഞില്ല, നിനക്കതിന് കഴിഞ്ഞിട്ടില്ല പ്രഭയെന്നും പറഞ്ഞിട്ട് പ്രഭാവതി എടുത്തിട്ട് പൊതിക്കുവാണ് സൂര്യ. നീ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ തളർന്ന് വീണപ്പോൾ പോലും എൻ്റെ അരികിൽ വരികയോ എന്നെ പരിചരിക്കുകയോ ചെയ്യാതിരുന്നതും സ്വത്തിൻ്റെ കണക്കുകൾ പറയാൻ തുടങ്ങിയതെന്നുള്ള കാര്യവും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ഇവരുടെ മുറിയിൽ മുത്തശ്ശി ഒളിഞ്ഞു കേട്ടോണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ അബി അങ്ങോട്ടേക്ക് വരുന്നത്. അബി വന്ന് തള്ളച്ചി ഇങ്ങനെ നോക്കുക. തള്ളച്ചി അന്നേരം ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പോൾ അബി വന്ന് നിൽക്കുന്നതും കണ്ടു കേട്ടോ. തള്ളെ ആകെ ചമ്മിപ്പോയി. തള്ളയുടെ കള്ളക്കളി അബി കണ്ടുപിടിച്ചെന്ന് തള്ളയ്ക്ക് മനസ്സിലായി. പുള്ളിക്കാരി ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. എന്നിട്ട് നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലും. അബിയെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടേക്ക് പോവുക. അപ്പം മുത്തശ്ശി അവിടെ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അല്ല ആശുപത്രിവാസോ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ സൂര്യ, അവൻ ഉറങ്ങുന്നുണ്ടാവും, ഞാനത് നോക്കുമായിരുന്നു, പിന്നെ ഒന്ന് കാണാം, അതാ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി പോകുമ്പം അത് ശരിയല്ല, അവിടെ നിൽക്കാൻ പറഞ്ഞു നമ്മുടെ അഭി. ഇതുവരെ വന്നിട്ട് മുത്തശ്ശി അച്ഛനെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയുവാണ് നമ്മുടെ അഭി. അപ്പം അവനെവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെന്തിനാണ് നമ്മൾ ധൃതി കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. മുത്തശ്ശി അഭിയോട് ചോദിക്കുക. ഈ സമയത്ത് സൂര്യ, നീ എന്നോട് ക്ഷമിച്ചേക്ക്, ഇത്രയും പറയണമെന്ന് ഞാൻ കരുതിയതല്ല. എൻ്റെ മരണത്തിന് ശേഷം
നിനക്ക് ഇതിനെപ്പറ്റി ഓർക്കാൻ ഒരു അവസരം ഉണ്ടാകുമെന്ന കാര്യം ഓർമ്മപ്പെടുത്തിയതാണെന്നൊക്കെ സൂര്യ ഇങ്ങനെ തലച്ചോട് പറയാം. നിനക്ക് എൻ്റെ മുന്നിലേക്ക് വരാൻ തോന്നിയതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും അച്ഛൻ പറയുന്നതൊന്നും ഇഷ്ടപ്പെടാതെ അമ്മ വാതിൽ വലിച്ച് പൊളിച്ചെടുത്തുകൊണ്ട് ഇറങ്ങി വരുന്നതാണ് അബിയും മുത്തശ്ശിയും കൂടെ കാണുന്നത്. അപ്പോൾ തന്നെ അബിക്ക് കാര്യം മനസ്സിലായി, രഹസ്യം കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നെന്ന്. പ്രഭാവതി വന്ന് അഭിയെ ഒരു തുറച്ചുനോട്ടോ നോക്കിയിട്ട് ആ പുള്ളിക്കാരി അങ്ങ് പോയിട്ടോ. അല്ല, അമ്മ അകത്തുണ്ടായിരുന്നല്ലോ, എന്നിട്ടാണ് അച്ഛൻ ഉറങ്ങുകയാണെന്ന് മുത്തശ്ശി പറഞ്ഞതെന്ന് അഭി മുത്തശ്ശിയോട് ചോദിക്കാം. മുത്തശ്ശി നല്ല കക്ഷി തന്നെയാണ്, അമ്മയെ അകത്ത് കയറ്റി വിട്ടിട്ട് മുത്തശ്ശിൻ്റെ പുറത്ത് നിൽക്കായിരുന്നു എന്ന് അഭി ചോദിച്ചു. അതോ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് ഒളിച്ചു നിന്ന് കേൾക്കാമായിരുന്നു എന്ന് ചോദിച്ചു അഭി. അപ്പം നീ നിന്റെ കാര്യം നോക്കടാ, എനിക്ക് എൻ്റെ മോനെ കാണാനേ ആരുടെയും ശുപാർശ ആവശ്യമില്ലെന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കും അഭിയുടെ മുന്നിൽ. അപ്പോൾ അതെ, ഇത് തന്നെയല്ലേ ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചത്, അച്ഛൻ വന്ന വിവരം മുത്തശ്ശി അറിഞ്ഞില്ലേന്ന്. അപ്പോൾ മുത്തശ്ശി എന്താ എന്നോട് പറഞ്ഞത്? മുത്തശ്ശി അച്ഛനെ കണ്ടതുകൊണ്ട് ഞാനത് നേടാനാണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മുടെ അബിയെ ഒരുമാതിരി ആക്കി സംസാരിക്കുക മുത്തശ്ശി. അന്നേരം അച്ഛൻ മുത്തശ്ശിയെ അന്വേഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം, വാതിൽക്കൽ വരെ വന്ന് നിന്നിട്ട് തിരിച്ചു പോയെന്ന്. അപ്പം നീ എൻ്റെയും മോനെയും തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് തുന്നിയിറങ്ങിയിരിക്കുന്നതെന്ന് മുത്തശ്ശി ചോദിച്ചു. പിന്നെ ഞാനെന്ത് മറുപടി അച്ഛനോട് പറയേണ്ടത്? അതൊന്നും മുത്തശ്ശി പറയാൻ പറഞ്ഞു. അങ്ങോട്ട് ചെന്നാൽ ആദ്യം ചോദിക്കുന്നത് അതാകുമെന്നും അമ്മ വരെ അച്ഛനെ വന്ന് കണ്ടിട്ട് പോയി, എന്നിട്ട് മുത്തശ്ശി ചെല്ലാത്തത് എന്താണെന്ന് ചോദിക്കില്ലേന്ന് ചോദിച്ചു. ചെന്ന് മുത്തശ്ശി അച്ഛനെ കണ്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ദൈവമേ, അവൻ നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ടോ, അത് അവളുടെ മുഖം കണ്ടാൽ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് എന്താവുമെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശി എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു കേട്ടോ അഭി. അവൻ ഉറക്കമായില്ലെങ്കിലേ ഒന്ന് കണ്ടിട്ട് വരാമെന്ന അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് പോകുക. പതുക്കെ വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് കയറി ചെന്നു. അവിടെ കയറി ചെന്നിട്ട് ഇങ്ങനെ മകനെ പാത്തും പതുങ്ങി ഇങ്ങനെ നോക്കുക, മോൻ ഉറങ്ങുവാണോന്ന്. അപ്പം സൂര്യ കണ്ണടച്ച് കിടക്കുമായിരുന്നു. ഈ സമയം ഒന്നും പറഞ്ഞുകൊണ്ട് ഒരു മുങ്ങാനുള്ള ശ്രമം നടത്തിയപ്പോഴേക്കും അമ്മ പോവുകയാണോ എന്ന് മോൻ്റെ വകയൊരു ചോദ്യം. അമ്മ ചമ്മി തിരിഞ്ഞു നിൽക്കുക. അല്ല, നീ ഉറങ്ങുവാണെന്ന് വിചാരിച്ചു എന്നാണ് അമ്മയുടെ മറുപടി. അത് കാണാനല്ലേ അമ്മ വന്നതെന്ന് മകൻ അമ്മയോട് തിരിച്ച് ചോദിച്ചു. എൻ്റെ മോൻ ഇങ്ങനെ കിടക്കുന്നത് കാണാനാണോ ഭഗവാനെ എന്നെ ഇങ്ങനെ വാക്കി വെച്ചതെന്ന് ചോദിച്ച് ഭയങ്കര അഭിനയം അമ്മ അന്നേരത്തേക്കും. മക്കൾക്ക് മുന്നേ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയുന്നവരാ ഭാഗ്യമുള്ള അച്ഛനമ്മമാരെന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ, ഞാൻ അമ്മയ്ക്ക് മുന്നേ പോകുമെന്ന് അമ്മയ്ക്ക് അമ്മയ്ക്ക് നിശ്ചയിച്ചല്ലേ എന്ന് ചോദിച്ചപ്പോൾ, മോനെ സൂര്യ എന്നും പറഞ്ഞ് അമ്മ തലയുടെ ഭാഗത്ത് പോയിരിക്കാം. അങ്ങനെയൊന്നും പറയല്ലേടാ മോനെ എന്നും പറഞ്ഞു. ആരാദ്യം പോകുമെന്നൊക്കെ ദൈവത്തിൻ്റെ തീരുമാനമുള്ള കാര്യമല്ലേടാ എന്ന് ചോദിച്ചേ. തലയെടുപ്പോടെ നടന്ന നിൻ്റെ ഈ കിടപ്പേ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ലടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയെ പാട്ടി ഇറക്കി വിട്ടതേ ഉള്ളൂ സൂര്യ. അപ്പോൾ അമ്മയെ മാറ്റി ഇറക്കാനുള്ള സമയമായെന്ന് അമ്മയ്ക്കറിയാം. അപ്പോൾ എൻ്റെ ഈ കിടപ്പ് കാണാനുള്ള കരുത്ത് അമ്മയ്ക്കില്ലെന്ന് എനിക്കറിയാം. അതിൽ ഒരിക്കൽ ഹോസ്പിറ്റലിൽ വന്ന് എത്തി നോക്കി പോയതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെല്ലാം മനസ്സിലാകുമെന്ന് പറഞ്ഞു. നീ വിവേകമില്ലാതെ ചെയ്തു വെച്ചതിൻ്റെ ഫലമാണ് ഇപ്പം നീ അനുഭവിക്കുന്നതെന്നും അമ്മയെ ധിക്കരിച്ച് നീ ഏതോ ഒരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ മുതലേ നിന്റെ ജീവിതം കൈവിട്ട് പോയതല്ലേടാ മോനെ എന്ന് അമ്മ ചോദിക്കാം. അന്ന് ഞാൻ പറഞ്ഞതൊന്നും നീ ചെവിക്കൊണ്ടില്ല, അനുസരിച്ചില്ല. അമ്മയുടെ വാക്കുകൾ മാത്രം ചെവിക്കൊണ്ട ഒരാളുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ ശങ്കരനാരായണൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ സൂര്യ തള്ളയുടെ ചോദ്യത്തിനുള്ള മറുപടിയും കൊടുത്തു. തള്ളയെ അവിടെ ഇട്ട് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. ഇന്നത്തെ അടിപൊളി എപ്പിസോഡാണ്. ആരും തന്നെ മിസ് ചെയ്ത് കളയല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.